ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നമ്മുടെ ഒന്ന് വിചാരിക്കരുത്, ഇവിടെ എൻ്റെ കുരുപ്പുണ്ട്. ഓക്കെ, അവൾ എന്നെ എറിയാൻ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കൊരു എക്സ്പ്രഷൻ വന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ എവിടേക്കാന്ന് പോകുന്നത് വെച്ചാൽ ഇന്ന് അപ്പൂപ്പിൻ്റെ ശാരദമാണ്. അപ്പോൾ ശാരദത്തിന് പോകണം. അച്ഛനമ്മൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, അവർ ഓൾറെഡി തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഞാനും മല്ലുക്കുട്ടിയും കൂടെ പോവുകയാണ്. ചേച്ചിക്ക് ലീവില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇക്കള ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ എന്താ കാണിക്കണേ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നിവ്യയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത്. ഞാൻ ഫസ്റ്റ് മുതൽ നിവ്യയുടെ മാത്രം യൂസ് ചെയ്യുന്നത്. ഇവിടെ കുരുപ്പുള്ളതുകൊണ്ട് കുരുപ്പ് അന്നേക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചൂടൊക്കെ വന്നുകൊണ്ട് ചൂട് കുരുക്കാൻ നിറയെ വന്നു. ഇങ്ങനെ തൊടുന്ന സമയത്ത് എനിക്ക് ഫീൽ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ചൂട് കുരുണ്ടെന്ന്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ. ഓക്കെ, ദിസ് ഈസ് മൈ സൺസ്ക്രീൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് വർഷങ്ങളായി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ടും എനിക്കിതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ചിലർ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടാണ് ആൾക്കാർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഉണ്ണി എന്താ കാണിക്കണേ? എന്റെ കുട്ടി ഇവിടെ വച്ചിട്ടാണ് എല്ലാം. എന്താ കാണിക്കണ ഉണ്ണി? ഇവളെ വെച്ച് ഞാൻ എന്താണ് ഞാൻ റെഡിയാകുന്ന ടൈമിൽ റെഡിയാക്കാൻ പറ്റൂല പറഞ്ഞിട്ടാണ് ഓൾറെഡി ഇവളെ റെഡിയാക്കി ഇരുത്തിയിട്ട്. എന്നിട്ട് കൂടെ അവളെ എന്നെ കുറുമ്പ് കാണിച്ചോണ്ടിരിക്കും. എന്നെ കുറുമ്പ് കാണിച്ചില്ലെങ്കിലും അവളെ ഓരോന്ന് വിളിച്ചിട്ടോണ്ടേ ഇരിക്കുന്നു. അയ്യോ, അപ്പൊ ഇതേപോലെ നിങ്ങളുടെ കുരുക്കുകളുണ്ടോന്ന് അറിയോ? ഓക്കെ, എന്താണല്ലോ എന്താണ് ഇപ്പൊ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂടി ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് അത്രയ്ക്ക് സൺസ്ക്രീൻ ഇടുന്ന കാര്യമുണ്ടോ എനിക്ക് ഇതിനെ പറ്റിച്ച് അറിയില്ല. ബട്ട് എന്തോ ഭാഗ്യമുണ്ട്. കാര്യം എന്താ വെച്ച് പറഞ്ഞാൽ ഇന്ന് വെയില് കുറച്ചുണ്ട്. അപ്പോ ഞാൻ പിന്നെ എനിക്ക് ഇതൊക്കെ ലോങ് വീഡിയോസ് ഞാൻ ഇടുമ്പോൾ കുറച്ച് റീച്ച് കുറവുണ്ട്. ഓക്കെ, അതിക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ പറയാ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലുണ്ടോ സ്വാഭാവികം. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണോ എന്നുള്ളത് കമന്റിൽ അറിയിക്കും. ഓക്കെ, അടുത്ത ഞാൻ വെള്ളിയും കൂടെ അല്ലുക്കുട്ടിനും കൂടെ ഞാൻ എന്താ പറയാ യൂട്യൂബ് ചാനൽ തുടങ്ങും. ലല്ലു, യെസ്, കമ്മിങ് സൂൺ. നമ്മളത് റെഡിയാക്കും. നമ്മൾ ഇവിടെ എന്താ പറയാ ലൂസ് പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് പറഞ്ഞാൽ ഇനി നമ്മൾ കണ്ണെഴുതണം. കണ്ണെഴുതലും ഉറക്കം തൂങ്ങാൻ ഇല്ലാണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഒരു ഡാസ്ലറിനെയാണ് എടുക്കണത്. ഓക്കെ, എഴുതിയിട്ട് കാണിച്ചാൽ എനിക്ക് ഇതാക്കാൻ പറ്റില്ല. കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗോപുരപ്പെട്ടേക്ക്. അപ്പൊ എനിക്ക് ഗോപുരപ്പെട്ടിനോടാണ് കൂടുതൽ താല്പര്യം. ഉണ്ണിക്ക് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് കുഞ്ഞു. കൊള്ളാമോ? നമ്മളിവിടെ ഫേസ് ഒക്കെ സ്പ്രേ ചെയ്യണം. ചന്തമുണ്ടോ? അപ്പൊ നമ്മൾ ഇനി ഹെയറും കൂടെ ഒന്ന് ഇതാക്കണം. ഹെയർ നോക്കുക, നല്ല ഫ്രഷ് ആയിട്ട്. ഇനിയും ഞാൻ സാറ്റർഡേ സൺഡേ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് ഇടണം. അതിന് നല്ല രീതിക്ക് എനിക്ക് ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതങ്ങ് മാസ്ക് ആയിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, എൻ്റെ അങ്കനവാടി കൊണ്ടുവിട്ടിട്ട് നിന്നെ പോകുള്ളൂ. കുറുമ്പ് കാണിച്ച പിന്നെ അങ്കനവാടി കൊണ്ടുവിടും. ശരിയാ? തുപ്പന്നാ കണ്ണി കണ്ട പേപ്പറൊക്കെ എടുത്തിട്ട് വായിൽ കൊണ്ടിടും.
അല്ലുനെ കൊണ്ടുപോകില്ല മേമ. അല്ലുവിനെ ഞാൻ കൊണ്ടുപോകില്ല. അംഗനവാടിയിൽ കൊണ്ട് വിട്ടിട്ടേ തന്നെ പോകുള്ളൂ. കൊണ്ടുപോകില്ല. കുറുമ്പ് കാണിച്ചാൽ കൊണ്ടുപോകല്ലോ. കുറുമ്പ് കാണിക്കാതിരിക്കുവോ? അപ്പൊ പിന്നെ കൊണ്ടുപോകും. ഈ ഒരു ബാൻഡ് ഇട്ടാലും ഞാനൊരു ഈ ഒരു ക്ലിബ് ഞാൻ യൂസ് ചെയ്യും. കാരണം വെച്ചാൽ മട്ടയ്ക്ക് ഞങ്ങളൊരു കുത്തു കുത്തണം. വെള്ളം കൊണ്ടല്ലേ പോകണം. അപ്പോൾ നമ്മൾ എടുത്തിട്ട് തന്നെ നടക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഞാൻ തന്നെ ഇപ്പോൾ പോണി കെട്ടിയാലും ഹൈ പോണി കെട്ടിയാലും ലോ പോണി കെട്ടിയാലും കുട്ടിനെ എടുത്തിട്ട് നടക്കണമുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ടൈ ചെയ്ത് വയ്ക്കും. ഓക്കെ സെറ്റ് ഇത്രയാണ്. പിന്നെ പെർഫ്യൂം ദിസ് ഈസ് ഫ്രം ദുബായ് ആണ്. ഓക്കെ അപ്പോൾ യൂസഫ് ബായിൻ്റെ അവിടെ നിന്ന് നമ്മളത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ അടിച്ചടിച്ചതാ. മുക്കാലും കഴിഞ്ഞു. ഈ ഇത് ഡ്രസ്സിലായി കാണാം. അങ്ങനത്തെ നിൽക്കും. പിന്നെ വാഷ് ചെയ്താൽ ഇത് പോകും. മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ എന്താ പറയുക, ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചത്. ഞാനൊരു കോട്ട് സെറ്റാണ് വെയർ ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോൾ കോട്ടൺ കോട്ട് സെറ്റിനോടാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം. ഇതാണ് എൻ്റെ മറ്റേ എന്താ പറയുക ഡ്രസ്സ്. ഓക്കെ കോട്ട് സെറ്റ് ഹോൾ സെറ്റ്. ഇതവിടെ കണ്ടോ ഞാൻ പെർഫ്യൂം അടിച്ചപ്പോൾ എൻ്റെ സ്റ്റെയിൻ ഇവിടെ. എന്തു ചെയ്യും ഗായ്സ്? നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. വീടൊക്കെ അടച്ചിട്ടുണ്ട്. ഹായ് പറ. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോണത്. ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് പോണത്. എന്നാൽ കൂടെ എനിക്ക് ടെൻഷൻ ഉണ്ടാവും. നല്ല ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ എല്ലാം അടച്ചു കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഹലോ എൻ്റെ പൊന്നു ഗായ്സ്, ഈ കുട്ടിനെയും കൊണ്ട് പോയാൽ ഇവള് ബസ് കയറി അപ്പം ഉറങ്ങും. ഞാൻ ഈ കുട്ടിനെയും കൊണ്ട് ബാഗോ എടുത്തിട്ട് എനിക്ക് വരുന്ന പാട് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചേച്ചിൻ്റെ കുട്ടികളെയും നിങ്ങൾ ഇങ്ങനെയാണോ കൊണ്ടുപോകുക എന്നുള്ള കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ ഞങ്ങളുടെ ഡാഡി കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അല്ലു ഉറങ്ങിയതായിരുന്നു. ഇപ്പം എല്ലാം എണിച്ചേ ഉള്ളൂ. കറക്റ്റ് ഈ സമയത്ത് എണീച്ച്. അപ്പോൾ അച്ഛൻ ഓൾറെഡി തലേ ദിവസമേ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തി. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കാണാം. ഇവിടെ അല്ലു വന്ന് ഓവർ ഡിമാൻഡ് കാണിക്കും. ആരോട് സംസാരിക്കില്ല. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സന്തതിൻ്റെ പുത്രി ആയതുകൊണ്ട് അവൾക്ക് നല്ല രീതിക്ക് ഡിമാൻഡ് ഇടാം. അപ്പോൾ ഇവിടെ മാമൻ അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് തീർത്ഥം തെളിക്കുകയാണ്. അതൊക്കെ ഇലിയ ചേച്ചി കഴിക്കുന്നൊക്കെ കളിക്കാൻ ആളായല്ലോ. കഴിച്ചു അല്ലും കഴിച്ചു. അമ്മ കഴിക്കണേ ഉള്ളൂ. കഴിച്ചാ? ഹായ് പറയൂ. ഹായ്. ഹായ്. അതെ 5 മിനിറ്റ് ആവും. ചെരുപ്പേക്ക് വന്നു.
അല്ലു ഇപ്രാവശ്യം വന്നപ്പോൾ നല്ല ഡിമാൻഡായിരുന്നു. ഞാൻ വന്നപ്പോൾ തൊട്ട് അവൾ എൻ്റെ അടുത്തുനിന്ന് മാറുകയുണ്ടായിരുന്നില്ല. വെറുതെ എൻ്റെ കൂടെ വരും. അവിടെ കളിക്കാനാണ് പോയത്. എന്താ വെച്ചാൽ മാമൻ്റെ കൊച്ചും ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരേ സമപ്രായക്കാരാണ്. 1 വയസ്സ് 2 വയസ്സ് കൂടുതലാണെങ്കിലും അവൾക്ക് കളിക്കാൻ ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വരുന്നുണ്ട് എപ്പോഴും പറയാം. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് ആ കുട്ടി എൻ്റെ അടുത്തുനിന്ന് മാറണേ ഉണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ അമ്മൂമ്മയുടെ വീട്. നല്ല വിശാലമായ സ്ഥലങ്ങളോടുകൂടിയുള്ള വീടാണ്. അപ്പോൾ ഇവിടെ 4 മാമന്മാരും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളും വന്നു. പക്ഷെ ഇവിടെ കുറേ കസിൻസൊക്കെ മിസ്സിങ് ആണ്. എന്താ വെച്ചാൽ പലരും പല ഭാഗത്തും ഇരിക്കണം. പിന്നെ കുറേ പേർക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചി ഉൾപ്പെടെ വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് സിംഗപ്പണ്ണ അന്നമ്മയ്ക്ക് കാലുവേദനയായിട്ട് കുറേ ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്താണ്. എന്നിട്ട് നോക്കൂ, ഇന്ന് കിടന്ന് നല്ല പണിയെടുക്കും. എന്നിട്ട് ഒരാഴ്ച എണീക്കാൻ പറ്റാത്ത പോലെ അമ്മൂമ്മ ചെയ്യും. അപ്പോൾ അമ്മൂമ്മയോട് പറഞ്ഞാലേ കേൾക്കൂല ചെയ്യേണ്ടാണ്. അപ്പോൾ അല്ലുവിന് ദോശ ഇട്ട് കൊടുത്തിരിക്കണം. കാരണം എന്താ വെച്ചാൽ അല്ലു കുറച്ചേ കഴിച്ചുള്ളൂ. ഇവിടെ കൂടുതൽ ഡിമാൻഡൊക്കെ കഴിച്ചിട്ട് കഴിച്ചില്ല. അപ്പോൾ അല്ലുവിന് അയിലേരി ചേച്ചി കഴിക്കണ പോലെ കിടണം പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാറ്റാടി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള കുട്ടിത്തം പുറത്ത് വന്നു. ഗൈസ്, അമ്മാതിരി നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥരെ കണ്ടിട്ടില്ല. ഇത് ഇലേരിക്കുട്ടിൻ്റെയാണ്. ഇതൊക്കെ ഒരു കാലം. അത് നീ നിന്റെ ബാക്കിൽ നടക്കണപ്പാ. അത് മാമുണ്ട് വരപ്പാ. എന്ത് പറ്റി അല്ലു? എന്തിങ്ങനെ നോക്കണ് അല്ലു? അപ്പൊ എല്ലാരോടും അല്ലുകൂട്ടി പിണങ്ങിയിട്ട് സൈഡിൽ ഇരിക്കുക തോന്നുന്നു. എനിക്കറിയില്ല ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. കാരണം വെച്ച് പറഞ്ഞാൽ വന്നപ്പോൾ തൊട്ട് അല്ലു മുട കാണിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചിന്റെ പാപം അല്ലു കേതി ആണ്. അല്ലു കേതിയെ പാവോ? അല്ലു സൈലന്റ് ആയിരിക്കണു. നിങ്ങളിപ്പോ വൈറലാണ് എന്റെ വീഡിയോ പറഞ്ഞ. നിങ്ങളൊക്കെ ആൾക്കാർ തിരിച്ചറിയുന്നു. ഹായ് പറയും. നിങ്ങളുടെ ഹായിലാണ് ഇപ്പൊ എല്ലാവരും ഇരിക്കുന്നത്. ഹായ് പറയുന്നത്. നിങ്ങളെ ഞാൻ വ്ളോഗ് എടാ എനിക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ. സോ ഗായ്സ്, നമ്മൾ ഇന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകുകയാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ കുമ്പളങ്ങ വാങ്ങാൻ വന്നിരിക്കുകയാണ്. സോ എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാകുമെന്ന് അറിയണ്ട. നിന്നെ കണ്ട നിനക്ക് ഞാൻ അയച്ചു തരാട്ടാ. നിങ്ങൾ അന്ന് വീഡിയോ എടുത്തത്. സോ ഗായ്സ്, ഞങ്ങൾ അയ്യൊരു വണ്ടിയിൽ എൻ്റെ അച്ഛൻ്റെ യൂണിഫോമിൽ വന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഇതാണ് അതുൽ കൃഷ്ണന്റെ മുറച്ചെറുക്കനാണ് ഗൈസ്. ആടാ ശരിക്കും നീ എന്റെ മുറച്ചെറുക്കനാണ്. പക്ഷെ നീ ഏജ് ഇല്ലാത്തതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശന്നിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റോഡിൽ നിന്നിട്ട് ബ്രൗണി കഴിക്കുകയാണ്. പക്ഷെ ഇതൊരു മനുഷ്യനറിയില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ കുമ്പളങ്ങ വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടും ബ്രൗണി കഴിച്ചിട്ട് പോയി. എന്നിട്ട് ഇവനോട് ഞാൻ എന്നെ വീഡിയോ എടുക്കുക പറഞ്ഞാൽ അവൻ എന്നെ തവരെ ബാക്കി എല്ലാവരും എടുത്ത്. ഹായ്.
അപ്പോൾ ഇതൊക്കെയാണ് അമ്മൂമ്മൻ്റെ വീട്ടിൽ പോണ വഴികൾ. അപ്പോൾ നല്ല രീതിക്ക് ഡെവലപ്പ് ആയി. അപ്പോൾ ഞാൻ കുമ്പളങ്ങ വാങ്ങുന്നതിന് കൂടെ തന്നെ നമുക്ക് തേമുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷെയറിംഗ് ആണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. എടുക്കോ എല്ലാവരും ഇതേ ഉള്ളൂ. നീ എടുത്തരൂ അല്ലേ? വാരണ്ട, രണ്ടര എടുത്താ മതി. കഴിക്കും മാമ. മാം ബീഡി മാത്രമേ കുടിക്കുള്ളൂ. കഴിക്കും വെച്ചിട്ട് തരാം. എനിക്ക് പാലക്കാട് കൊഞ്ഞാമ്പഴ എന്ന് പറയും. ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? അതെ, 6 ലക്ഷം ഉണ്ട്. അപ്പോൾ നമ്മളുടെ അപ്പൂപ്പനെ ഈ ഒരു റൂമിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂമൊക്കെ നല്ല ക്ലീനാക്കി അടിച്ചുടച്ച് വിടുകയാണ് എൻ്റെ അമ്മ. അപ്പോൾ ഈ അല്ലു ആണെങ്കിൽ എടുക്കുക എന്നിട്ട് ബാക്കിലേക്ക് നടക്കുകയാണ്. അമ്മൂമ്മയാണെങ്കിൽ ഫുള്ള് ബിസി. എന്താണ് പറയാനുള്ളത്? അതെ പറയൂ. എന്ത് പറയാനുണ്ട്? ഇവിടെ 2 ദിവസം വന്നിരുന്നത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറഞ്ഞ 2 ദിവസം വന്നിരുന്നില്ലല്ലോ. കള്ളത്തരം കാണിച്ച് ലീവാക്കിട്ട് കള്ളത്തരവാ. സോ ഗൈസ്, നമ്മൾ അള്ളു ആദ്യമായിട്ട് പശുക്കുട്ടിനെ തൊടാൻ പോവാണ് ഗൈസ്. സോ ഗൈസ്, നമ്മുടെ അള്ളു ആദ്യമായിട്ട് പശുക്കുട്ടിനെ തൊടാൻ പോവാണ്. ആറ് എക്സൈറ്റഡ് അല്ലു? ആറ് എക്സൈറ്റഡ്? തൊട്ട് നോക്ക്. ആ പാവം തൊട്ട് നോക്ക്. മാം ചേച്ചി തൊട്ട് നോക്ക്. ഇഞ്ചിറ് തൊട്ട് നോക്ക്. തൊട് ജിഞ്ചറ് തൊട് നോക്ക്. സത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മൂമ്മനോട് പഴയ ഫോട്ടോസൊക്കെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ അതെടുത്ത് കാണിക്കുകയാണ്. ഇവരുടെ കുടുംബ ഫോട്ടോ ആണ്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അമ്മയ്ക്ക് 5 വയസ്സായ ടൈമിൽ ഇവർ പഴനിക്ക് പോയി എടുത്ത സംഭവമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോയിൽ അപ്പൂമ്മ മാത്രം മിസ്സാണ്. അപ്പോൾ എനിക്ക് നല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അപ്പം ഇത് ക്രിയേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മൂമ്മനോട് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മൂമ്മ ടൈമിൽ അമ്മൂമ്മ ഫോണിനോട് വന്നിട്ട് എൻ്റെ തന്നാണ്. അല്ലു ആദ്യമായിട്ടാണ് ഈ ഒരു ഫോട്ടോസ് കാണുന്നതും. അപ്പോൾ ഞാൻ അല്ലു ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, ഇതാണ് അമ്മൂമ്മ, ഇതാണ് മറ്റേ മാമന്മാര്, ഇവർക്ക് അപ്പൂപ്പനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടന്ന് നോക്കണം. അപ്പോൾ പഴയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് മാമൻ മറ്റേ അപ്പൂപ്പൻ്റെ ഫോട്ടോ ഒക്കെ തട്ടിക്കളയാണ്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് മാമനാണ്. എനിക്ക് 4 മാമന്മാരാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പിലാണ് അല്ലുക്കൂട്ടിനെ കൊണ്ട് എന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഈ മാട്ടുക്കൂട്ടിൻ്റെ അടുത്ത് പോണത്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പിക്കോ സമയം വരാം. പോയിക്കോ. തൊട് നല്ല തൊട്. അതൊന്നും ചെയ്യടി. അതെന്താ കിട്ടുവാട്ട് നോക്കണ്. ഇരിക്കും മാമിനെ അവിടെ ഫ്രണ്ടിൽ ഇരിക്കും. മാമ വീഡിയോ എടുത്തരാ. അതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൂപ്പിനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം മെയിനായിട്ട് എൻ്റെ 2ാമത്തെ മാമനാണ് ഈ പൂജയൊക്കെ കഴിക്കുന്നത്. സോ അപ്പൂപ്പിന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ്, ഫുഡൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ പൂജ കഴിക്കണം. അപ്പോൾ ഇന്നത്തോടുകൂടി ഈ ഒരു ഇയർ 12 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. സോ അതിൻ്റെ കുറച്ച് ഇതാണ്. അപ്പോൾ 12 വർഷം എന്തൊക്കെയോ കണക്കുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ബട്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ മരിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്ത മിസ്സിങ് ആണ്. അപ്പോൾ ഈ വർഷം കുറേ പേര് ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. എന്താ വെച്ച് പറഞ്ഞാൽ ചേച്ചിയായാലും കസിൻസായാലും കുറേ പേര് കുറവുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ തൊഴുതി അവന് എല്ലാ പൂജ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ പേരക്കുട്ടികളും മക്കളും എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പൂജ കഴിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വെച്ച് പറഞ്ഞാൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ പാലക്കാട് സൈഡിലും മോസ്റ്റ് ഓഫ് ഇങ്ങനെയൊക്കെ ചടങ്ങുകൾ നടക്കും. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, അത് ഇതുപോലെ തന്നെയാണെന്നുള്ള കമൻറ്റിൽ അറിയിക്കാം. അതിനുശേഷം അമ്മ കഴിഞ്ഞിട്ട് ഞാനായിരുന്നു തൊഴുതിയത്. അപ്പോൾ നമ്മൾ തൊഴുതി. അപ്പോൾ ചന്ദന ഭസ്മൊക്കെ ഇട്ടിട്ടാണ്. എന്താ ഭംഗിയുണ്ടോയെന്നല്ല, നമ്മൾ അപ്പൂപ്പനെ മിസ് ചെയ്യുക ഈ ഒരു ടൈമിൽ നമ്മൾ ആലോചിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം മറ്റേ ഫുഡ് വെച്ചിട്ട് കാക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. ആര് വിളിച്ചാ വരുന്നു? ആരാ രാധ? ഓ എന്താ കോമഡി അല്ല. അപ്പോൾ ഇപ്രാവശ്യം ഫുഡ് വെക്കുമ്പോൾ തന്നെ എന്താണ് കാക്ക വന്ന് കഴിച്ചില്ല, കുറച്ച് ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിലർ കമൻറ്റിൽ അറിയിക്കാം ഇതൊരു എന്താണ് ഒരു ഫൂളിഷ്നെസ് ആണെന്ന്. ബട്ട് നമ്മുടെ ഓരോ വിശ്വാസങ്ങളുണ്ട്, ഓരോ ആചാരങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ ടൈമിൽ അച്ഛനമ്മനെ കൊണ്ടൊന്നും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി, പക്ഷേ ചേച്ചിയൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്ന് നിൽക്കുമ്പോൾ തന്നെ കാക്ക വന്ന് എടുത്തിട്ട് പോയി. അപ്പോൾ നമുക്ക് ഓരോ വിശ്വാസമാണ്, ഇത് പലർക്കും പല വിശ്വാസം ഉണ്ടാവും. അപ്പോൾ അത് വെച്ച ശേഷം വന്നു. അതിനുശേഷം ഞങ്ങൾ വെക്കുമ്പോൾ തന്നെ അതെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഫാമിലി മെമ്പേഴ്സ്, ഇതിനേക്കാളും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ബട്ട് അവരൊന്നും അറ്റൻഡ് ചെയ്യില്ല. ഇതാ കണ്ട കാക്ക വന്നു, വെക്കുമ്പോൾ തന്നെ കാക്ക വന്ന് ഫുഡും കഴിച്ചു. അപ്പോൾ ഇത് കഴിക്കുന്ന ടൈമിൽ നമ്മളുടെ ഒരു വിശ്വാസം ഓക്കെ ഹാപ്പി ആയിട്ടാണ് അവരിരിക്കണത്, ആത്മാവ് എന്നുള്ള ഒരു മിത്താണെന്ന് അറിയില്ല. ബട്ട് നമുക്കൊരു ബിലീവ് ഉണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ. ചിലർ ഇതിന് ഫണ്ണിയായിട്ടൊക്കെ വിചാരിക്കും, പക്ഷേ അത് ഓരോ ട്രഡീഷനിലാണ്. അപ്പോൾ ഞങ്ങൾക്കിത് എടുത്തപ്പോൾ മനസ്സംതൃപ്തിയോടെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം ഈ 12ാമത്തെ ഈ വർഷത്തോളം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, പക്ഷെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ലൂന് ഇപ്പൊ ഡിമാൻഡ് കൂടി, ഡിമാൻഡ്. അപ്പൊ പാലക്കാട്ടത്തെ കോഴിയും കുമ്പളങ്ങിയും പിന്നെ ദോശ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പൊ മാമന്മാരും ആ ചേച്ചിമാരെ കൂടെ ഫുഡ് കഴിക്കാൻ ഞാൻ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമ്മുടെ പിള്ളേരുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസാണ്, എൻ്റെ അല്ലു ഒഴികെ ബാക്കിയൊക്കെ കസിൻസാണ്. അപ്പോൾ ഇതാണ് അതുൽ കൃഷ്ണൻ. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടാകുന്നത്. ഇത് എൻ്റെ മകനാണ്, മകനല്ല, എൻ്റെ മാമൻ്റെ മകനാണ്. പിന്നെ ഞാനൊരു ഫോട്ടോ കാണിച്ചത് എനിക്ക് റീക്രിയേറ്റ് ചെയ്യണത് ഒരുപാട് പറഞ്ഞായിരുന്നു. അവസാനം ഞാൻ ഇവരൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അതുപോലെ ഫോട്ടോ എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്കൊരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ കൂടി പോവുകയാണ്. അപ്പോൾ ചേച്ചിയാണ് കാർ ഓടിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ സീനറിയൊക്കെ കണ്ടിട്ടായിരുന്നു പോയത്. വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയി വന്ന ശേഷം ഞാൻ ഇറങ്ങി. എന്താ വെച്ചാൽ എനിക്ക് വീട്ടിൽ പോകേണ്ട ടൈമായി. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബസ് കയറാൻ പോവുകയാണ്. അതിനുശേഷം എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ സീറ്റ് കിട്ടി ഞാൻ വീഡിയോ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വരെ നല്ല മഴക്കാറൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യാണ്ടിരുന്ന ഭാഗ്യം. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ പോവുകയാണ്. നല്ല രീതിക്ക് ടയേർഡായി. അല്ലുവിനെ ഞാൻ അമ്മേൻ്റെ കൂടെ പറഞ്ഞയച്ചു. അപ്പോൾ അമ്മയച്ഛനും ഇപ്പോൾ വീടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. അപ്പോൾ മഴ വരില്ല വിചാരിച്ചു. പക്ഷേ മഴ ചെറുതായിട്ട് തുള്ളിയിട്ടപ്പോൾ ഞാൻ വേഗം കോട്ടൊക്കെ എടുത്തിട്ടിട്ടാണ് ഞാനിപ്പോൾ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റായിട്ട് എന്നെ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടിട്ട് ബൈ.